വ്യാജ പരാതിയിൽ യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. തിരുവനന്തപുരം പാലോട് ഇടിഞ്ഞാർ സ്വദേശി സന്ദീപിനെയാണ് പോലീസ് മർദ്ദിച്ചത്. പാലോട് പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരാണ് തന്നെ മർദ്ദിച്ചതെന്ന് സന്ദീപ് പരാതി പറയുന്നു. അവർ വന്ന് എൻ്റെ എതിർഭാഗമെന്ന് പറയുന്ന അവരെ എൻ്റെ പേരിൽ പരാതി കൊടുത്ത് അവർ വന്ന് എന്നെ നേരെ അവരെയും കൊണ്ട് വിളിച്ചുകൊണ്ട് വന്ന് കാര്യം ചോദിച്ചു അവരെ ഞാൻ ചീത്ത പറഞ്ഞു എന്നും പറഞ്ഞെടുക്കണം. ഞാനും എൻ്റെ ഭാര്യയും കൂടെ വഴക്ക് കൂടിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവർ കയറി വന്ന് ഈ അവർ വന്ന് പ്രശ്നം ഉണ്ടായെന്നും പറഞ്ഞു കൊണ്ടുവന്ന് കേസ് കൊടുത്തത്. അതിനുശേഷം അവരെൻ്റെ അടുത്ത് പറഞ്ഞു മാപ്പ് പറയാൻ പറഞ്ഞു. നമ്മുടെ സാറേ ഞാൻ ആരും ചീത്ത വിളിച്ചിട്ടില്ല, മാപ്പ് പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ചെയ്യാത്ത കാര്യമല്ലേ, എന്തിനാ മാപ്പ് പറയണേന്ന് ഞാൻ ചോദിച്ച് അവരൊന്ന് തിരക്കി ഇവിടെ വന്ന് അന്വേഷിക്കുക, എൻ്റെ ഭാര്യയുടെ അടുത്ത് ചോദിക്കുക, അല്ലെ ഇവിടെ ആരുടെ അടുത്ത് ഒന്നും ചോദിക്കാതെയാണ് വിളിച്ചു വരുത്തി അവിടെ കൊണ്ടുവന്നു. അപ്പം അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ വേറെ കുഴപ്പമില്ല, ഇവൻ്റെ കാര്യം ഞങ്ങളെ നോക്കിക്കോളാം എന്നും പറഞ്ഞ് വിളിച്ചകത്തുകൊണ്ട് പോയിട്ട് ഒരു യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ട് കേൾക്കാത്തെന്തിനാന്ന് പറഞ്ഞ് യൂണിഫോം ഇടാത്ത 2 പോലീസുകാർ അവിടെ നിന്ന് അകത്തുനിന്ന് വെളിയിലോട്ടൊന്ന് എന്നെ പിടിച്ച് വേറെ റൂമിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് അടിക്കുകയാണ് ചെയ്തത്. എൻ്റെ ഷർട്ടെല്ലാം ഇന്നലെ വലിച്ച് കീറി എന്നെ ഇഷ്ടംപോലെ അടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് പറഞ്ഞ് നിനക്ക് മാപ്പ് പറയാൻ പറ്റൂലേ, മാപ്പ് പറഞ്ഞ് തീരാന്നുള്ള കേസുള്ളൂ, ഇങ്ങനെ അടി വാങ്ങണം എന്തിനെന്ന് ചോദിച്ചു. നമ്മൾ സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് നിങ്ങളൊന്നും തിരക്ക പോലും ചെയ്തില്ല, എന്നെ വിളിച്ചു വരുത്തി നിങ്ങൾ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഓടി വന്നതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞു. 3 ദിവസം കൊണ്ട് ഈ വീടൊക്കെ. അഖിൽ ചേരുന്ന വിവരങ്ങളുമായി. അഖിൽ, എന്താണ് സന്ദീപ് പറയുന്നത്? വീണ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണെന്ന ഒരു നാട്ടിൻപുറത്ത് ഒരു ചൊല്ലുണ്ട്. അതുപോലെയാണ് കേരളത്തിലെ പോലീസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോകുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതേ പാലോടിന് സമീപത്ത് ചുള്ളിമാനൂരുള്ള ഒരു ദളിത് സ്ത്രീയോട് വ്യാജ മാലമോഷണ കേസുമായി ബന്ധപ്പെട്ട് പേരൂർക്കട പോലീസ് അതിക്രൂരമായി മാനസികമായി അവരെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 20 മണിക്കൂറോളമാണ് ആ സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയും കുടിക്കാൻ വെള്ളം പോലും നൽകിയിട്ടില്ല എന്ന ഒരു പരാതി ഉയർന്നു വരുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നലെ പാലോട് പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലോട് ഇടിഞ്ഞാറുള്ള സന്ദീപിന്റെ വീട്ടിലാണ്. ഈ വീട് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇവിടെ വലിയ രീതിയിൽ ലൈഫ് ഭവന പദ്ധതി അടക്കം നടത്തി കേരളത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും എല്ലാം അവകാശപ്പെടുന്നിടത്താണ് ഒരു വഴി പോലുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു ഇത്രയും പിന്നോക്കം നിൽക്കുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ തൊട്ടടുത്ത ഒരു അയൽവാസി നൽകിയ ഒരു പരാതിയിൽ വന്നൊന്ന് അന്വേഷിച്ച്, ഒരു പോലീസിൽ ഒരു പരാതി ലഭിക്കുന്ന സമയത്തൊക്കെ വന്ന് അന്വേഷിച്ച് നോക്കിയതിനു ശേഷമാണ് പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കുക. പക്ഷെ അത്തരത്തിൽ പോലും ഒരു നടപടിയിലേക്ക് പോകാതെ പരാതി ലഭിച്ച ഉടനെ തന്നെ ഈ ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഒരു പരാതി ലഭിച്ചാൽ അത് അന്വേഷിച്ചു നോക്കി അതിൽ FIR ഇട്ട് അതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകേണ്ട പോലീസ് എന്തിനാണ് മാപ്പ് പറയിച്ച് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ക്ഷമാപണം നടത്തി പറഞ്ഞയക്കുന്ന തരത്തിലേക്ക് പോവുക? നമ്മൾ ബിന്ദുവിന്റെ കാര്യത്തിലും കണ്ടതാണ്. വീട്ടുടമയായ ഓമന ഡാനിയലിനോട് മാപ്പ് പറയാനാണ് പേരൂർക്കട പോലീസും ആവശ്യപ്പെട്ടത്. ഇത് അതേ സമാനമായ രീതിയിൽ തന്നെയാണ് പാലോടുള്ള പോലീസും ഇപ്പോൾ സന്ദീപിനോട് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ സന്ദീപും കുടുംബവും ഒക്കെ നമ്മളോട് ചേരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ സന്ദീപിനെ പാലോട് ആശുപത്രിയിലെ അവർ മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോകണമെന്ന നിർദ്ദേശമാണ് നൽകിയിരുന്നത്. പക്ഷെ അതിനുപോലും കഴിയാത്ത, സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത അവസ്ഥയിൽ സന്ദീപ് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. സന്ദീപ്, പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സന്ദീപിനെ വിളിച്ചു വരുത്തുന്നു. പോലീസ് ആദ്യം എന്താണ് ചോദിക്കുന്നത് സന്ദീപിനോട്? ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കുന്നത് നീ എന്തിനാണ് അവരെ ചീത്ത വിളിച്ചതെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ചീത്ത വിളിച്ചിട്ടില്ല. അവൻ പറഞ്ഞ് ചീത്ത വിളിക്കാതെ എന്തിനാണ് അവരിവിടെ പരാതി കൊണ്ട് തരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം, അവിടെ വന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കണം, വഴി എൻ്റെ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ട് വഴിയാണെന്നാണ് പറഞ്ഞേക്കണം. അപ്പോഴത്തേക്ക് അവർ ഒന്നും തിരക്കാതെ പോലും കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഇവിടെ ഒരു മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞു സാറേ ഇല്ല, ഞാൻ മാപ്പ് പറയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ പറഞ്ഞു വിടുകയും ചെയ്തിട്ട് എന്നെ വിളിച്ച് അകത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞ് യൂണിഫോം ഇട്ട് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ട് നിനക്ക് കേൾക്കാൻ വയ്യാത്തെന്നും പറഞ്ഞ് അതിനെ ആ സ്റ്റേഷനകത്തുനിന്ന് വേറൊരു റൂമിലോട്ട് കൊണ്ടുപോയി എന്നെ അടിക്കുകയാണ് ചെയ്തത്. നല്ല ഇടി കഴിച്ച് എനിക്ക് ഇവിടെ വന്ന് ശ്വാസം മുട്ട, ഇവിടെ വന്ന് വീട്ടിൽ വന്ന് കയറിയപ്പോൾ എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എന്നെ ഭാര്യ പറഞ്ഞു ചേട്ടാ ഒട്ടും വയ്യെങ്കിൽ ആശുപത്രി പോകുമെന്ന് പറഞ്ഞു. ആശുപത്രി ചെന്ന് അവിടെ ചെന്ന് ഇഞ്ചക്ഷൻ എടുത്ത് അവിടെ ഇട്ടിട്ടൊക്കെ നിൽക്കുന്നത്. പക്ഷേ ഒരു ചെറിയ വിറയലുണ്ട് ഇപ്പോഴും, ശരീരത്തൊക്കെ നല്ല വേദനയുണ്ട്, മൂന്നൂത്ത് നല്ല വേദനയുണ്ട്. ബാത്റൂമിൽ പോയിട്ട് ഇരുന്നിട്ട് എണീക്കാൻ നല്ല പ്രയാസം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ എന്നെ അടിക്കുന്നത്, എന്തിനാണ് അടിച്ചതെന്ന് പോലും എനിക്കൊരു പിടിയില്ല. അവർ ചോദിച്ചു. ഈ പോലീസ് ഇവിടെ വന്ന് പരാതി നൽകി ആ സ്ത്രീയോട് ഒന്നും അന്വേഷിക്കുകയോ, സന്ദീപ് പറയുന്നത് പോലെ ഭാര്യയുമായി സംസാരിക്കുന്നതിനിടയിലാണ് ആ സ്ത്രീ വരുന്നതെന്ന് പറയുന്നത്, ഭാര്യയോട് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല, എൻ്റെ ഭാര്യ ചോദിച്ചിട്ടില്ല. എൻ്റെ ഭാര്യ അടുത്ത് ഞാൻ മാത്രമാണ് സ്റ്റേഷനിൽ പോയി, ഇവിടെ ഒന്നും ചോദിച്ചിട്ടില്ല, അവിടെ അടുത്തും ചോദിച്ചിട്ടില്ല. ഇന്നുവരെ ആരും ഇവിടെ ഒന്നും ചോദിച്ചിട്ടില്ല. അയൽവക്കത്ത് ആരടുത്തും ഒന്നും ചോദിച്ചില്ല. ഇവിടെ ഇങ്ങനെ ഒരു വിഷയം നടന്നിട്ടുണ്ടോന്നൊന്നും തിരക്കിയിട്ടില്ല അവർ. ഈ സന്ദീപ് ഇപ്പോൾ പോലീസ് നടത്തിയ ഈ സമാനതകളില്ലാത്ത ക്രൂരതയ്ക്കെതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്? തീരുമാനം. എന്നെ അടിച്ച രീതിയിൽ അമ്മ വന്ന ഉടനെ പരാതി കൊടുക്കാൻ തന്നെയാണ് ഇരിക്കുന്നത് ഞങ്ങൾ.
ഇപ്പോൾ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ കൂടിയാണ്, ഒരു വനവാസി യുവാവ് കൂടിയാണ്. ഭാര്യ ഇവിടെ തൊട്ടടുത്ത ഒരു സെറ്റിൽമെന്റ് കോളനിയിലെ വാസിയാണ്. അത്തരത്തിലൊരു പിന്നോക്കം നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്കാണോ പോലീസ് ഇത്തരത്തിൽ ചോദിക്കാൻ ആരുമില്ല എന്നുള്ള ധൈര്യത്തിലാണോ പോലീസ് ഇത്തരത്തിൽ പെരുമാറിയത്? അതിൻ്റെ പേരിലായിരിക്കും അവർ പെരുമാറിയത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അവർ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അവരുടെ അടുത്ത് ചെയ്യില്ലായിരുന്നു. ഇങ്ങനെ തന്നെ ഇത് നല്ല വേദനയുണ്ട്, നല്ല ഇടിച്ച് തന്നെ, നല്ല രീതിയിൽ ഇടിച്ച്. എനിക്ക് ഇതിനെ കുറിച്ച് ആരടുത്ത് പറയണം എന്ത് പറയണമെന്നൊരു ഇതില്ലാതിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ആശുപത്രി പോകണമെന്നുള്ള ഒരു ഇതിലിരിക്കുകയാണ്. പരാതിയും കൊടുക്കണം. പിന്നെ ഇപ്പോൾ സന്ദീപ് സൂചിപ്പിച്ചതുപോലെയാണ്. കാരണം ചോദിക്കാൻ ആരുമില്ലാത്തവരോട് എന്ത് ക്രൂരതയും കാണിക്കാമെന്ന പോലീസിന്റെ ഹുങ്ക് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബിന്ദുവിന്റെ വിഷയത്തിൽ കണ്ടത്. ഇപ്പോൾ സന്ദീപിന്റെ വിഷയത്തിൽ നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലൊരു ചോർന്നൊലിക്കുന്ന വീട്ടിൽ, ഇത്തരത്തിലൊരു കഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു വീട്ടിൽ, ഒരു 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുമായി കഴിയുന്ന, ഭാര്യയും മാത്രമായി കഴിയുന്ന ഒരു ചെറുപ്പക്കാരനോടാണ് ആരും ചോദിക്കാനില്ല എന്ന തരത്തിലൊരു പരാതി ലഭിച്ച ഉടനെ ആ പരാതിയുടെ മെരിറ്റുണ്ട് എങ്കിൽ പോലീസ് അന്വേഷിക്കുന്നതിലും പോലീസ് നടപടി സ്വീകരിക്കുന്നതിലൊന്നും തന്നെ ആരും എതിരല്ല. ഇത്തരത്തിൽ സാധാരണക്കാരായി ജീവിക്കുന്ന ഒരു വനവാസി യുവാവിനെ നേരെയാണ് പോലീസ് ഇത്തരത്തിലൊരു ക്രൂരമായ പൈശാചികമായ ഒരു നടപടി കാട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കണ്ണില്ലാത്ത ക്രൂരതയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം നമ്മൾ സന്ദീപിൻ്റെ ശരീരഭാഗങ്ങളൊക്കെ തന്നെ നോക്കുന്ന സമയത്ത് ഇപ്പോഴും നീരടിച്ചിരിക്കുന്ന ശരീരഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പോലീസിന് ആരാണ് ഇത്തരത്തിൽ അധികാരം നൽകുന്നത്? ഒരു പരാതിയുമായി എത്തി, അല്ലെങ്കിൽ ഒരു പരാതി ലഭിച്ചതിൻ്റെ പേരിൽ ഒരാളെ വിളിച്ചു വരുത്തി കയ്യേറ്റം ചെയ്യാൻ ആരാണ് പോലീസിന് അധികാരം നൽകുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം, റൂറൽ എസ് പിക്കടക്കം, അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി. SC/ST വകുപ്പ് പ്രകാരം പട്ടികജാതി മനുഷ്യാവകാശ കമ്മീഷനുകൾക്കെല്ലാം പരാതി നൽകി. എന്തായാലും മുന്നോട്ട് പോകാനാണ് നിലവിൽ സന്ദീപ് തീരുമാനമെടുത്തിരിക്കുന്നത്. സന്ദീപിൻ്റെ കുടുംബം തീരുമാനമെടുത്തിരിക്കുന്നത്. അമ്മ തിരുവനന്തപുരത്ത് നഗരത്തിൽ ഒരു വീട്ടിൽ ജോലിക്ക് പോയിരിക്കുന്നതാണ്. ഒരു വീട്ടിൽ ജോലിക്ക് പോയാണ് അങ്ങനെയും കഴിയുന്ന ഒരു സാധാരണ കുടുംബമാണ്. അപ്പോൾ അവർ കൂടി വന്നതിനു ശേഷം തുടർ നടപടിയിലേക്ക് പോകണമെന്നാണ് തീരുമാനിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണില്ലാത്ത, സമാനതകളില്ലാത്ത ക്രൂരതയാണ് പാലോട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ചെറുപ്പക്കാരനെതിരെ ഉണ്ടായിരിക്കുന്നത്. വീണ, ശരി, ശരിയാക്കി.